ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി യുവജനക്ഷേമ ബോർഡിന്റെ നേരത്തെ ചെയർപേഴ്സണായിരുന്ന ചിന്താ ജെറോം, കൊല്ലത്തു നിന്നുള്ള ചിന്താ ജെറോം വരും എന്നാണ് വാർത്തകൾ വരുന്നത്. അവരുടെ സെക്രട്ടേറിയറ്റിൽ ധാരണയായെന്നാണ്. അങ്ങനെ ചിന്താ ജെറോം ഇതാകുമ്പോൾ കണ്ണീരിലേക്ക് പോകുന്ന മറ്റൊരാൾ ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര്യ രാജേന്ദ്രനാക്കാതെ മറ്റൊരാൾ ശ്യാമ എന്ന് പറയുന്ന മറ്റൊരാളിനെ ആക്കി. കേശവസ്വരം വാർഡിൽ മത്സരിച്ച് തോറ്റ, CPM-ന്റെ കൗൺസിലറായി മത്സരിച്ച് തോറ്റ ഒരു ശ്യാമ ടീച്ചറിനെ ആക്കി. അത് കഴിഞ്ഞാണ് ആര്യ രാജേന്ദ്രൻ അവിടെ തോറ്റപ്പോൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഈ ഗ്രൂപ്പും ബഹളവും അതുണ്ടല്ലോ, അവിടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആര്യ രാജേന്ദ്രൻ ആകാൻ പറ്റാതിരുന്നപ്പോൾ സംസ്ഥാനത്താകാൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷേ സംസ്ഥാനത്ത് MV ഗോവിന്ദൻ മാഷിൻ്റെ കാൻഡിഡേറ്റായിട്ട് ചിന്താ ജെറോം കയറി വന്നു. പക്ഷേ ഡിവൈഎഫ്ഐയുടെ ഇടയിൽ ഇത് രണ്ടുപേരെക്കുറിച്ചും മതിപ്പില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ആളുകളുടെയും പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടുപേരും വനിതകളാണ്. വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. കാരണം 33% വനിതകളെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് പാർലമെന്റിൽ ബില്ല് വരാൻ പോകുന്നു. കേരളത്തിൽ 50%, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ 50% സ്ത്രീകളാണ്. സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണം. പക്ഷേ ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വലിയ വിവാദങ്ങൾ എന്നും സൃഷ്ടിക്കുന്നവരാണ്. അപ്പോൾ ഡിവൈഎഫ്ഐ പോലുള്ള വലിയൊരു യുവജന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഇനി ചിന്താ ജെറോം 100% മാറി പുതിയ ചിന്താ ജെറോം ആയില്ലെങ്കിൽ ചിന്ത കൈവിട്ടു പോകും. വാഴക്കുലയിൽ നിൽക്കില്ല. ഇത് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ചിന്താ ജെറോം ഇപ്രാവശ്യം കുണ്ടറയിൽ മത്സരിക്കും എന്ന് വരെ വന്നതാണ്. കുണ്ടറയിൽ മത്സരിച്ചില്ല. കുണ്ടറയിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നതാണ്. ചിന്താ ജെറോം വിഷ്ണുനാഥിനെതിരെ കുണ്ടറയിൽ മത്സരിക്കാൻ നിന്നതാണ്. പക്ഷേ അത് നടന്നില്ല. അതേസമയം ചിന്താ ജെറോം അല്ലെങ്കിൽ കൊല്ലത്ത് മത്സരിക്കണം എന്ന് ആലോചിച്ചതാണ്. ബിന്ദു കൃഷ്ണയ്ക്കെതിരെ മത്സരിക്കണമെന്ന് ആലോചിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. അവിടെ ജയമോഹൻ വന്നപ്പോൾ, കാഷ് കോർപ്പറേഷൻ്റെ MD ആയിരുന്ന ജയമോഹൻ വന്നപ്പോൾ, നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അദ്ദേഹമായിരുന്നു കൂടുതൽ ജനകീയനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചിന്തയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിന്താ ജെറോമിൻ്റെ കൊല്ലം ജില്ലയ്ക്ക് ഒരു അംഗീകാരം കിട്ടുന്നു എന്നുള്ള നിലയിൽ വെല്ലാൻ ഗുഡ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് അംഗീകാരം കിട്ടാതെ പോയത് ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ടെന്നുള്ളത് വേറൊരു വിഷയം. ആര്യ രാജേന്ദ്രൻ ഒരുപക്ഷേ ഇപ്രാവശ്യം തിരുവനന്തപുരം മേയർഷിപ്പ് CPM-ന് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ആര്യ രാജേന്ദ്രൻ എന്ത് കിട്ടിയേനെ? ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് സ്ഥാനം 100% കിട്ടിയേനെ. കാരണം ആര്യ രാജേന്ദ്രൻ്റെ വിജയം കൊണ്ടാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം നല്ലപോലെ ഭരിച്ചത് കൊണ്ടാണ് തിരുവനന്തപുരം കിട്ടിയെന്ന് പറഞ്ഞേനെ. പക്ഷെ BJP-ക്ക് തിരുവനന്തപുരം പോയപ്പോൾ എല്ലാ കൈകളും ചൂണ്ടിയത് ആര്യ രാജേന്ദ്രനെതിരെയാണ്. എല്ലാ വിരലുകളും ചൂണ്ടിയത് ആര്യ രാജേന്ദ്രന് നേരെയാണ്. അങ്ങനെ ആര്യ രാജേന്ദ്രൻ വളരെ വലിയ രീതിയിലാണ് ഇതിനെ എതിർത്തത്. അവർക്ക് കയറി വരാൻ പറ്റാതായത്. അവിടെയാണ് ചിന്താ ജെറോം കയറി വന്നിരിക്കുന്നത്. പക്ഷേ ആ കയറി വന്നതുകൊണ്ട് പ്രശ്നം തീരില്ല. ഡിവൈഎഫ്ഐക്കകത്ത്, പാർട്ടിക്കകത്ത് ഉള്ളതുപോലെ CPM-നകത്തും CPI-ക്കകത്തൊക്കെ ഉള്ളതുപോലെയുള്ള വളരെ കൃത്യമായ ഗ്രൂപ്പും സമവാക്യവും നേതാക്കളെ മണിയടിക്കലും അതിനനുസരിച്ച് ഉയർന്നു വരലും ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. സകല പാർട്ടിയിലും ഉള്ളൊരു കാര്യമാണ്. ഡിവൈഎഫ്ഐയും അതിൽ നിന്ന് മോശമൊന്നുമല്ല. ഇതിപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് റഹീം, നമ്മുടെ AA റഹീം മാറുമോ എന്നുള്ളതാണ് അടുത്ത ചർച്ച. മാറാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. കാരണം പ്രായമൊക്കെ ആവുന്നു. അദ്ദേഹം MP ആണിപ്പോൾ. പ്രായമൊക്കെ പ്രധാനമാണല്ലോ. അപ്പോൾ അദ്ദേഹം മാറാനാണ്. പക്ഷെ മാറിയാൽ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള വലിയ നേതാവായി, കാരണം MP-യും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ നേതാവായി വരാനുള്ള ഭാവിയിൽ CPM ഒക്കെ വന്നാൽ, വരുമോ ഇല്ല എന്നുള്ളത് ഇനിയിപ്പോൾ വലിയ പാടാണ്. പക്ഷെ വന്നാൽ മന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള ന്യൂനപക്ഷക്കാരനാണ്. വലിയ സാധ്യതയുള്ള നേതാവാണ് ഈ AA റഹീം. അതേസമയം ചിന്താ ജെറോമിനെ സംബന്ധിച്ചും ഭാവിയുണ്ട്. ചിന്താ ജെറോമിന് വലിയ ഭാവിയുണ്ട്. അവരിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആയാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മത്സരിച്ചേക്കാം. മത്സരിച്ച് ഇടതുപക്ഷം വന്നാൽ, അത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ സതീശൻ കൊണ്ടുപോകുമോ ആര് കൊണ്ടുപോകും നമുക്കറിയില്ല. വന്നാൽ ചിലപ്പോൾ മന്ത്രിയൊക്കെ ആയേക്കാം. അത്ര വലിയ നേതാവാണ് ചിന്താ ജെറോം. പക്ഷേ ഡിവൈഎഫ്ഐയുടെ നേതാവാക്കിയതിൽ വലിയ എതിർപ്പാണ് അകത്തുനിന്നുള്ളത്. ആ എതിർപ്പിനെ മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചിന്താ ജെറോം വലിയ ഹോംവർക്ക് ചെയ്യേണ്ടി വരും. വലുതായി വിയർപ്പൊഴുക്കേണ്ടി വരും. അതിന് കഴിയുമോ എന്നുള്ളതാണ് കാലം ആവശ്യപ്പെടുന്നത്. അതിന് കഴിഞ്ഞില്ല എങ്കിൽ വിവാദങ്ങളിലും തർക്കങ്ങളിലും പെട്ട് തുറന്നു പോയ വിവാദമാണ്. അവർ എന്തെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയ വിവാദമാണ്. കഴിഞ്ഞ ഒരു കുന്തിരിക്കം കരുതി വെച്ചോ എന്ന് പറഞ്ഞ പോലെ മുദ്രാവാക്യം പോലെ വെട്ടിക്കൊല്ലുമെന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളിച്ചവരാണ്. അപ്പോൾ വളരെ കൃത്യമായി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്വതക്കുറവിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. ഡിവൈഎഫ്ഐ പോലുള്ളൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവായിരിക്കാനുള്ളൊരു പക്വത ഇപ്പോൾ അവർ കാണിക്കുന്നില്ല. പക്ഷെ വരുമായിരിക്കും. നമ്മൾക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട
അല്ലെങ്കിൽ എഴുതി തള്ളണ്ട. അവർ വനിതയല്ലേ, അവർ വരട്ടെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടട്ടെ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്തവർ വരണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറേ സംവിധാനങ്ങളും ചില അടിയൊഴുക്കുകളുമൊക്കെ ഡിവൈഎഫ്ഐയിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു വർത്തമാനകാല വാർത്താ പ്രാധാന്യമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചിന്താ ജെറോമിന് അവർ വരികയാണെങ്കിൽ അവർക്ക് എല്ലാ ഭാവങ്ങളും, ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ചെറുതല്ല. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ പോലുള്ളൊരു വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവാവുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ഇനി സംസ്ഥാന നേതാവായാൽ നാളെ അഖിലേന്ത്യാ നേതാവാകാനും സാധ്യതയുള്ള വനിതയാണ്. പിന്നെ യുവജനക്ഷേമ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അവിടെ ഇരുന്നും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി, ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകാതെ കൂടുതൽ ആദർശാത്മകമായ അല്ലെങ്കിൽ ഐഡിയോളജിപരമായ ജീവിതം നയിക്കുകയും പാർട്ടിയുടെ തത്വങ്ങളും തിയറികളുമൊക്കെ വളരെ കൃത്യം, സിദ്ധാന്തവും പ്രയോഗവും ഒക്കെ വളരെ കൃത്യമായി കൊണ്ടുപോവുകയും ചെയ്യുന്ന കാര്യത്തിൽ ചിന്താ ജെറോം ഇനി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്.